അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ അടുത്ത മാസം വരാൻ പോകുന്ന സ്മാർട്ട് ഫോണുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതായത് അപ്കമിങ് സ്മാർട്ട് ഫോൺസ് ഓഫ് മെയ് 2024. പെട്ടെന്ന് മെയ് 2024 ആയ ഒരു ഫീൽ ഉണ്ടോ ഉണ്ടെങ്കിൽ അതിലൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. വല്ലാത്ത ഫീൽ ആയിക്കൊണ്ടിരിക്കുക. എനിവേ കുറച്ച് സ്മാർട്ട് ഫോണുകളുണ്ട്, കുറച്ചൊക്കെ റീബ്രാൻഡുകളാണ്, ബട്ട് കുറച്ചൊക്കെ എക്സൈറ്റിങ്ങുമാണ്. എനിവേ നമുക്ക് ശുഭകാര്യത്തിന് മുമ്പേ സാംസങ്ങിൽ നിന്ന് ഞാൻ തുടങ്ങത്തില്ല. ഐക്യൂവിൽ നിന്ന് തുടങ്ങാം. ഐക്യു Z9X. അതെ, ഐക്യു Z9ൻ്റെ ചോട്ട. അപ്പോൾ Z9X എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേറൊരു കമ്പനിയുടെ എക്സിനെ പറ്റി ഓർമ്മ വരും. എക്സ് അല്ല, വിവോ T3X. അപ്പോൾ വിവോ T3Xന് റീബ്രാൻഡഡ് ആയിട്ടുള്ള C9X വൈകാതെ വരുന്ന സാധ്യതയുണ്ട്. IPS LCD ഡിസ്പ്ലേ, 6Gen1 ചിപ്സെറ്റ്, 64 മെഗാപിക്സൽ ക്യാമറ, 6000 mAh 44 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ്, ഇങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള ഫോണാണ്. ഓഫ് കോഴ്സ് 15,000 താഴെ ആയിരിക്കും. സെയിം ലോഞ്ച് പ്രൈസ് ആയിരിക്കും എന്തായാലും വിവോ T3X പോലെ തന്നെ. വലിയ വ്യത്യാസമൊന്നുമില്ല. T3X എടുത്താലും വലിയ പ്രശ്നമില്ല. C9 എടുക്കുകയാണെങ്കിൽ C9 എടുക്കേണ്ടവർക്ക് C9 എടുക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു കേസ് വരുമ്പോൾ വിവോ പ്രിഫർ ചെയ്തു, കാരണം കുറച്ചുകൂടെ സർവീസ് സെന്റർ. സോ T3X നോക്കാം. അടുത്തായിട്ടുള്ള ഫോൺ നമ്മുടെ ഇൻഫിനിക്സ് ആണ്. എൻ്റെ ഭാഗത്താണ്. ഇൻഫിനിക്സിന്റെ കഴിഞ്ഞ വീഡിയോ ചെയ്യാത്തതിൽ എനിക്കൊരു ദുഃഖമുണ്ട്. ഇപ്രാവശ്യമെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിനും പറ്റിയൊരു ഫോണാണ് വരുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ ഹിറ്റായ ഇൻഫിനിക്സിന് GT10 Proയ്ക്ക് ശേഷം ഇൻഫിനിക്സിന് GT20 Pro. ഇതൊരു ഗെയിമിംഗ് ഫോണാണ്. ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് ഓൾറെഡി നമ്മൾ ആ ടെക്നോസി നമ്മൾ പറഞ്ഞുതരാം. സെയിം അത് തന്നെ ഒന്നുകൂടി ഞാൻ പറയുകയാണ്. Dimensity 8200 Ultimate. ഉൾട്ര അല്ല, ഉൾട്ടിമേറ്റ്. And it's good. 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് 144 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ്. 108 മെഗാപിക്സൽ OIS ഉള്ള ക്യാമറയാണ്. 5000 mAh ബാറ്ററി, 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, JBL സൗണ്ടഡ് ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ എക്സ്ട്രാ ഗെയിമിംഗ് ചിപ്പൊക്കെ ഉണ്ട്. ഡിസ്പ്ലേക്ക് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്ത് ഡിസ്പ്ലേ ഗെയിമിംഗ് ചിപ്പ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് മറ്റേ സാധനമൊക്കെ കാണും. എന്നായിരുന്നു, ബൈപ്പാസ് ചാർജിങ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഗെയിമേഴ്സ് ബി അവെയർ. പക്ഷേ ഈ ഒരു ഫോണിന്റെ റേറ്റ് എനിക്ക് തോന്നുന്നു 23-24, ഒത്താൽ ചിലപ്പോൾ 26 ആകും. 26 ആയി കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഇൻഫിനിക്സ് 26,000 രൂപയ്ക്ക് ആൾക്കാർ മേടിക്കുമെന്നറിയില്ല. പക്ഷെ ഒരു 22 ഒക്കെ നല്ല സ്വീറ്റ് സ്പോട്ടാണ്. പക്ഷെ സ്പെസിഫിക്കേഷൻ വെച്ച് അവർക്ക് കൂട്ടിയിടാനാണ് സാധ്യത. നമുക്ക് നോക്കാം, കാരണം ഓൾറെഡി 26 X6 Pro അവിടെ കിടപ്പുണ്ട്. ഇതിനേലും X6 Proയിലും ബെറ്റർ കൂളിംഗ് ഒക്കെ ഇതിന് കാണും. കാരണം ഒരു ഗെയിമിംഗ് സെൻട്രിക് ആയിട്ട് ഇറക്കുമ്പോൾ കുറച്ച് ഗെയിമിംഗ് ഫീച്ചേഴ്സ് കൂടുതൽ വെക്കും. സ്വാഭാവികമായിട്ടും മറ്റേ അല്ലാതെ വരുന്ന ഫോണിൽ കുറച്ച് ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് കാണും. അടുത്തായിട്ടുള്ളത് ശുഭകാര്യത്തിന് ശേഷങ്ങളുള്ള സാംസങ്ങിന്റെ ഫോണാണ്. സാംസങ് M55ന്റെ റീബ്രാൻഡഡ് ആയിട്ടുള്ള F55 വരുന്നുണ്ട്. അതെ, സെയിം സ്പെസിഫിക്കേഷൻ, OLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗൺ 7 Gen 1 ആണ്. എനിക്കൊന്ന് 5000 mAh ബാറ്ററി, 25 വാട്ട്സ് ഫാസ്റ്റ് ചാർജർ. കൂടുതൽ ഞാൻ പറഞ്ഞത് M55നെ പറ്റി നല്ല കാര്യങ്ങളാണ് ഞാൻ കേൾക്കുന്നത്. നന്നായി S സീരീസ് കൊണ്ട് മാത്രം പുഷ്ടിപ്പെട്ടു പോകുന്നൊരു കമ്പനിയാണ്. പക്ഷേ യെസ്, ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ നമ്മൾ തെറ്റായ രീതി ഇൻഫ്ലുവൻസ് ചെയ്യും എന്ന് പറയുന്ന പോലെ തെറ്റായ രീതി നല്ല രീതി മാർക്കറ്റ് ചെയ്ത് കുറേ തൊട്ടി ഫോൺസ് വിൽക്കുന്ന ഒരു കമ്പനിയാണ് സാംസങ്. സോ അവരൊരിക്കലും തകരില്ല. കാരണം ചെറിയൊരു മോണോപ്പൊളി ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം A സീരീസ് ഒക്കെ ചുമ്മാ ഒരു തേങ്ങയില്ലാത്ത ഫോണൊക്കെയാണ് ബെസ്റ്റ് സെല്ലിംഗ് സ്മാർട്ട് ഫോണാണ്. കാരണം അത്രയ്ക്ക് മാർക്കറ്റിംഗ് ആണ് ഇവരുടെ. അതായത് ഒരു ആൾക്കാർ ചുമ്മാ ജസ്റ്റ് തലയിലേൽപ്പിച്ച് കൊടുക്കുകയാണ്. സാറ്റ് റിയാലിറ്റി. സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ ചൈനീസ് ഓപ്ഷൻസ് കൂടെ വന്ന ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ, സത്യം പറഞ്ഞാൽ ചൈനീസ് ഓപ്ഷൻസ് വരുന്ന, ഞാൻ ചൈനീസ് ഫോണുകളെ പ്രൊമോട്ട് ചെയ്യുമല്ല, ചൈനീസ് വരുമ്പം ഇവർക്കൊരു ചെറിയ ചൂടുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ M55 ഒക്കെ 7 Gen 1 വെച്ചത് ചൈനീസ് ബ്രാൻഡുകളുണ്ടാണ്. അല്ലെങ്കിൽ ഇവന്മാർ എക്സിനോസിൻ്റെ ഏതെങ്കിലും പണ്ടത്തെ അവറാൻ്റെ കാലത്തുള്ള ഏതിലൊക്കെ വെക്കും. ഇപ്പോൾ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണ് ഈ വെക്കുന്നത്. അത് വരാൻ വേണ്ടിയാണ്. ബാക്കിയുള്ള കമ്പനികളുടെ ഫോണോടെ വരുമ്പോൾ ഒരു ചെറിയൊരു ചൂടയിലുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പഴം പുഴുങ്ങിയ പോലെ പൊട്ട ഫോൺസ് ആണ് ഇറക്കുന്നത്. മീൻസ് കോമ്പറ്റീഷന് പൊട്ട ഫോൺസ്. ഫോൺ പൊട്ടയല്ല, പക്ഷെ കോമ്പറ്റീഷൻ വെച്ച് നോക്കും പൊട്ടയാണ്. അടുത്തായിട്ടുള്ള നമ്മുടെ മൊട്ടയണ്ണൻ്റെ ഫോണാണ്. മൊട്ട എഡ്ജ് 50 Neo അല്ലെ ഫ്യൂഷൻ. ഫസ്റ്റ് പറയുകയാണെങ്കിൽ കർവ്ഡ് ഡിസ്പ്ലേ, 144 ഹെർട്സ് റിഫ്രഷ് ആയിട്ടുള്ള POLED ഡിസ്പ്ലേ ആയിരിക്കും. ഇനി പ്രൊസസ്സറിന്റെ കാര്യത്തിൽ പറയപ്പെടുന്ന 7S Gen 2 ആണ് പറയപ്പെടുന്നത്. കാരണം 7 Gen 3 50 യൂസ് ചെയ്ത സ്ഥിതിക്ക് 50 Pro എന്ന് തോന്നുന്നു. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതിനകത്ത് യൂസ് ചെയ്ത സ്ഥിതിക്ക് 7S Gen 2 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. 7S Gen 2 യൂസ് ചെയ്ത് 21-22Kയിലൊക്കെ ഇറക്കുവാണെങ്കിൽ 40 Neoയ്ക്ക് ഒരു സക്സസർ ആയേനെ, സ്ലൈറ്റ് ഒരു സക്സസർ ആയേനെ. ഓഫ് കോഴ്സ് Dimensity 705 ബെറ്റർ ആണ്. അങ്ങനെ വരുവാണ് സന്ദേശം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ചിപ്സെറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ കേട്ടോ, സങ്കടമൊന്നുമില്ല, യൂസ് ചെയ്യത്തില്ലായിരിക്കും. എനിവേ ക്യാമറയിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. 50 മെഗാപിക്സൽ OISന്റെ സെൻസറാണ്, 13 മെഗാപിക്സൽ അൾട്രാവൈഡും പറയുന്നുണ്ട്. 5000 mAh ബാറ്ററി, 68 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജറാണ്. ഇത് പൊളിക്കാൻ സാധ്യതയുണ്ട്. ഇത് നന്നായിട്ട് ഇറക്കുവാണെങ്കിൽ നല്ല രീതിയിൽ പൊളിക്കാം. ഇപ്പം ചിപ്സെറ്റിനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. ക്യാമറ ഇപ്പം മോട്ടോയുടെ സെറ്റാണ്. അതെ, പണ്ട് മോട്ടോയുടെ ക്യാമറ ഇങ്ങനെ വീക്കായി നല്ലതാക്കി 50 Proയുടെ ക്യാമറ ഇസ് വെരി ഗുഡ്. ചെറിയൊരു കളർ ബൂസ്റ്റ് ഉള്ളതല്ലാതെ
ബാക്കി ഓവറോൾ കിഡിലൻ ഫോട്ടോസൊക്കെയാണ്. സാംസങ്ങിനെയൊക്കെ അടിച്ച് പുറത്താക്കുന്ന രീതിയിലാണ് ക്യാമറ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ സന്തോഷം. കാരണം ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ക്യാമറ ഫോൺസ് വേണം. ഒരു 23-24 ഇത് വരുവാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നോക്കാം. പിന്നെ കുറേ പേര് 25K എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ നോട്ട് C4 ആണ് പറയാറ്. കാരണം 7 Gen 3 ഉള്ളതുകൊണ്ടും ക്യാമറയൊക്കെ ആവറേജ് എന്നാലും 7 Gen 3 ഉള്ളതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട്. കൂടാതെ തന്നെ OnePlusന്റെ കാര്യം തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. OnePlus Nord 4. അതെ, OnePlus Nord 4 ഒരു സാധ്യത കണ്ടുവരുന്നുണ്ട്. 6.67 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനുള്ള AMOLED ഡിസ്പ്ലേ ആണ് വരാൻ സാധ്യത. ഇവിടെ നമുക്ക് ചിപ്സെറ്റ് പറയപ്പെടുന്ന Snapdragon 7+ Gen 3 ആണ്. വന്നാൽ പൊളിക്കും. 7+ Gen 3 വന്നാൽ പൊളിക്കും. 28-30K ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലതായിരിക്കും. അതിന് മേളിലോട്ട് പോയാൽ ഓക്കെ അല്ല, അതിനകത്ത് മേളിലോട്ട് പോയാലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം Moto Edge 50 Pro തലയിൽ എല്ലാവരും 32K അംഗീകരിച്ച സ്ഥിതിക്ക് ഇതൊക്കെ 32K വന്നാലും ഞാൻ അംഗീകരിച്ച് കൊടുക്കേണ്ടി വരും. സാഡ് റിയാലിറ്റി. ഞാനും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അതാണ് അവസ്ഥ. നമ്മളായിട്ട് പറഞ്ഞിട്ട് ആരും മാറുന്നില്ല. സോ അങ്ങനെയല്ല, ബട്ട് നമ്മൾ കൺസേൺസ് പറയും, പിന്നെ അക്സെപ്റ്റ് ചെയ്യണം. ഫൈനലി അക്സെപ്റ്റ് ചെയ്യണം. 50 Pro ഞങ്ങൾ പലർക്കും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഈവൻ UFS അതൊരു വിഷയമല്ലാത്ത സ്ഥിതിക്ക് കുറേ പേര് വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് എൻ്റെ വിഷയം ഓഫ് കോഴ്സ്. പക്ഷെ എന്നാലും നമ്മൾ കൺസേൺസ് പറയും. എനിവേ ചിപ്സെറ്റ് 7+ Gen 3 ആണ്. 50 MP പ്രൈമറി ക്യാമറ, 8 MP തൊട്ടി വർഷങ്ങളായിട്ടുള്ള അൾട്രാവൈഡ് ആണ്. 5000 mAh ബാറ്ററിയും 100 വാട്ട്സിന് ഫാസ്റ്റ് ചാർജറുമാണ് പറയപ്പെടുന്നത്. നമുക്ക് നോക്കാം. 30-30K റേഞ്ച് വരാം. ഇനി അടുത്തായിട്ടുള്ള ന്യൂസ് എനിക്ക് ഉറപ്പില്ല. കുറെ റൂമർ പറഞ്ഞ Realme GT സീരീസ് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ P1 നമ്മളെ ഇറക്കി, P1 പറ്റിച്ചു. അത് പിന്നെ റീബ്രാൻഡഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ പ്രൈസ് കൊള്ളാം. അപ്പോൾ GT വേറെ ഏതെങ്കിലും പേരിൽ വരുമെങ്കിൽ വരാൻ പോകുന്ന ഫോൺ ഈ പറഞ്ഞ AMOLED ഡിസ്പ്ലേയും 7+ Gen 3, അതായത് OnePlus Nord 4 ആയിട്ട് സിമിലർ സ്പെസിഫിക്കേഷൻ ഒരു ഫോണാണ്. 50 MP പ്രൈമറി ക്യാമറയും 30 MP സെൽഫിയും, LPDDR5X UFS 4.0 അതാണ് മെയിൻ ഹൈലൈറ്റ്. ഇങ്ങനെ കുറേ സെറ്റപ്പ് ഒക്കെ വെച്ച് 5000 mAh 5500 mAh ബാറ്ററി, 100 വാട്ട്സിന് ഫാസ്റ്റ് ചാർജറൊക്കെ വെച്ചൊരു ഫോൺ വരുന്നുണ്ട്. അപ്പം പേരൊന്നും നമുക്ക് അറിയാത്ത സ്ഥിതിക്ക് മേ ബി വരാം. ഫൈനലി കുറച്ച് പേരൊക്കെ കാത്തിരിക്കുന്നതും ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉള്ള ഒരു ഫോണാണ് Poco F6. ഫൈനലി അതും വരാനുള്ള സാധ്യതയുണ്ട്. ഗ്ലോബൽ അറ്റ്ലീസ്റ്റ് അനൗൺസ് ചെയ്യും. ഗ്ലോബൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 1 month അല്ലെങ്കിൽ 2-3 വീക്സിനുള്ളിൽ ഇന്ത്യ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഒരു ഫോൺ നമുക്ക് 6.67 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. Snapdragon 8s Gen 3 ചിപ്സെറ്റ് ആണ്. അതെ, 7+ Gen 3 കഴിഞ്ഞാൽ 8s Gen 3 ആണ്. അപ്പോൾ 8s Gen 3 എന്ന് പറഞ്ഞാൽ പവർഫുൾ സ്പെസിഫിക്കേഷൻ ഉള്ള ചിപ്സെറ്റ് ആണ്. ഹാപ്പി 8s Gen 3 ആദ്യം പോക്കോ കൊണ്ടുവരാണ്. വളരെ സന്തോഷം. പവറിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. ഒരു 33-34K വന്നാലും ചുമ്മാ തീ ആയിരിക്കും. കാരണം 8 Gen 2 റേഞ്ച്, 8 Gen 2 8s Gen 3 എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നല്ല പ്രതീക്ഷയുള്ള ഫോണാണ്. LPDDR5X ആണ്. UFS 4.0 ആണ്. 50 MP ക്യാമറ ആണ്. വലിയ പ്രതീക്ഷയില്ല. 8 MP അൾട്രാവൈഡും പിന്നെ പ്രസനം ഉണ്ടെന്ന് തോന്നുന്നു. സ്വാഭാവികം. 5000 mAh ബാറ്ററിയും 90 വാട്ട്സിന് ഫാസ്റ്റ് ചാർജറാണ് പറയപ്പെടുന്നത്. ക്യാമറ പോക്കോ ഇമ്പ്രൂവ് ആണെങ്കിൽ ഒരു ഓവറോൾ പാക്കേജ് ഇപ്പം ഞാൻ നോക്കിയിട്ട് എല്ലാം കിട്ടുന്നത് മോട്ടോയിലാണ്. സത്യം പറയാം, മോട്ടോ ആണ് ഇപ്പം ഭയങ്കര രീതിയിൽ എല്ലാം ബാലൻസ് ആക്കുന്നത്. പിന്നെ IQ. പക്ഷേ ബാക്കി കമ്പനികളെല്ലാം ഇപ്പം നോഡൊക്കെ ഇറക്കുന്നു, നല്ല ഹൈപ്പിൽ ഇറക്കുന്നെങ്കിൽ പക്ഷേ ക്യാമറ വരുമ്പോൾ വീഴുവാണ്. ഇനി ഇത്രയൊക്കെയാണ് ഫോൺസ്. ഇനി നിങ്ങളുടെ അറിവിൽ വേറെ ഫോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ എല്ലാവർക്കും